അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, ഡോക്ടറും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഒരു കമന്റ് ആണ്. ആൾക്ക് ആളുടെ ഹസ്ബൻഡ് എന്തൊക്കെയോ ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും മാറുന്നില്ല, എത്ര എഫേർട്ട് എടുത്തിട്ടും ആളുടെ ദുശീലങ്ങൾ മാറുന്നില്ല എന്നതാണ് കമന്റ്. ഒരു പരിഭവം ആണ് ആൾക്കുള്ളത്. അതെ, ഹസ്ബൻഡിന്റെ ദുശീലങ്ങളാണ് മാറാത്തത്. അപ്പോൾ ആള് പറയുന്നുണ്ട്, നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും മറ്റൊരാളുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അതിന് അയാൾ തന്നെ വിചാരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഡോക്ടർ അനുകൂലിക്കുന്നു, അത് പ്രതികൂലിക്കുന്നു? തീർച്ചയായിട്ടും ഇത് നമ്മള് അനുകൂലിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റാണ്. ആ ഹാബിറ്റ് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെ വിചാരിക്കണം. പക്ഷെ അതൊരു വാശിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഈഗോ ക്ലാഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കാതെ വന്നേക്കാം. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ശീലങ്ങൾ അത് അവരെന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, കുറച്ച് കാലങ്ങളായിട്ട് അവരിൽ ഉടലെടുത്തതാണ്. അപ്പോൾ അത് അവരുടെ പേഴ്സണാലിറ്റിൻ്റെ ഭാഗമായി മാറിയിരിക്കാം. പല ദുശീലങ്ങളും അങ്ങനെ തന്നെയാണ്. ഒറ്റടിക്ക് അങ്ങനെ വരുന്ന കൂട്ടുകെട്ടും അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് പോകുമ്പോഴോ വല്ല ട്രിപ്പ് പോകുമ്പോഴോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടില്ല, നമ്മൾ പോലും വിചാരിക്കാതെ അത് പിന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളെ പാർട്ട്ണർക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷെ അത് ഒറ്റ അടിക്ക് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. പക്ഷെ ആ വീക്ക്നെസ്, ഏതൊരാൾക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. ആ വീക്ക് പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എസ്പെഷ്യലി ഒരു പാർട്ട്ണർ എന്നുള്ളവർക്ക് അവർക്ക് ആ വീക്ക്നെസ്, എനിക്കിപ്പോൾ എത്ര ഞാൻ ദേഷ്യക്കാരനാണ്, പ്രശ്നക്കാരനാണെങ്കിലും എൻ്റെ ഒരു നല്ല വശം ഉണ്ടാവുമല്ലോ. ആ നല്ല വശം അറിയാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പാർട്ട്ണർക്ക് തന്നെ ആയിരിക്കും. കാരണം എത്രയോ കൊല്ലങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ്. അപ്പോൾ ആ നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ടായിരിക്കണം അവരുടെ എൻട്രി. അല്ലാതെ എൻ്റെ ഒരു ചീത്ത പോയിന്റിൽ വെച്ചിട്ട് എൻ്റെ ഇതിലേക്ക് ഒരു എൻട്രി കിട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. അപ്പോൾ ആ നല്ല പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാളെ പ്രോത്സാഹിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിലൂടെ അയാളിലൊരു നല്ലൊരു ബന്ധം നിലനിർത്തിയിട്ടായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അയാളെ കറക്റ്റ് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്രശ്നത്തിലെത്തി, ഞാൻ എന്തെങ്കിലും പ്രശ്നം ചെയ്തു അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നത്തിൽ എന്നെ പിടിക്കപ്പെട്ടു, ആ പ്രശ്നത്തിൽ പിടിക്കപ്പെട്ടതിന് ബേസ് ചെയ്തിട്ട് മാത്രം എന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഈഗോ ക്ലാഷ് ചെയ്തിട്ടും, സത്യം അതല്ല എനിക്ക് റിയാലിറ്റിയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഈഗോ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. അപ്പോൾ അത് ആ റിയാലിറ്റിയിലേക്ക് എനിക്ക് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നോർമൽ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇയാൾ എന്നെ ഉപദേശിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് തന്നെയാണ്, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ അത് തടസ്സങ്ങളായി അവർക്ക് തോന്നണം. എൻ്റെ ഫ്യൂച്ചറിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും പ്രശ്നമാവും എന്നുള്ള എനിക്ക് തന്നെ തോന്നണം. ആ തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പറച്ചിലും ഉപദേശങ്ങളും. അല്ലെങ്കിൽ ഇയാളൊരു നന്നാവാൻ വേണ്ടിയിട്ട് ഇയാളിപ്പോൾ ഒരു നന്നാവുന്ന ആള്, എന്നെ കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരാള്, അങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഈഗോ ക്ലാഷ് ചെയ്തിട്ട് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഞാൻ അതിന് റിയാക്ട് ചെയ്യും. എന്നാൽ ഞാൻ ചെയ്യൂല, ഒരു അനാവശ്യ വാശി അവിടെ വരികയും ഇല്ല, നടക്കുന്നത് കൂടി നടക്കാതെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഒരു സൈക്യാട്രിസ്റ്റ് നിലയ്ക്ക് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമായിരിക്കും നമുക്കതിന് രക്ഷപ്പെടാൻ പറ്റാത്തത്. അല്ലാത്തതൊക്കെ നമ്മൾ ആ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുത്ത്. പക്ഷേ അയാളുടെ കൂടി ചെറിയൊരു താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ അയാളെ കുറച്ച് നല്ല പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളിൽ നല്ല പ്രോത്സാഹിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ സൈഡ് ബൈ ആയിട്ട് നമ്മൾ അയാളുടെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി ചേട്ടൻ ഇങ്ങനെ തീരുമാനിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടി നന്നാവുമായിരുന്നു, നമുക്കിന്ന മേഖലയിലൊക്കെ കുറച്ചുകൂടി ഷൈൻ ചെയ്ത് മുന്നോട്ട് പോവാം, നമുക്കിങ്ങനെയൊക്കെ എത്തണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള അവരെ കൂടെ ഭാഗം ചേർന്നുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചെടുക്കണം. അല്ലാത്ത രീതിയിൽ നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുമ്പോൾ ചില ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചില ആളുകൾക്ക് അതൊക്കെ വലിയ പ്രശ്നങ്ങളാവുകയും ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും അവരുടെ ഈഗോ ക്ലാഷ് ചെയ്തിട്ട് ചിലപ്പോൾ അത് വർക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ ആ രീതിയിൽ നീങ്ങിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ദുശീലങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രോസസ്സാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിന് വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസും കൂടി സീക്ക് ചെയ്യാവുന്നതുണ്ടെങ്കിൽ അതിന് അഡ്വൈസസ് തേടാം. പക്ഷെ കുറച്ച് ക്ഷമ വേണം. അതെ, ക്ഷമയോട് കൂടിയിട്ട് നേരിടേണ്ട ഒരു കണ്ടീഷനാണ്. അതെ, കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും കണ്ടുമുട്ടാം. Till then, this is me Shivani signing off. Thank you.